നമസ്കാരം. ഇന്ന് 2025 നവംബർ മാസം 15 ശനി. സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങ് വാർത്തയിലേക്ക് സ്വാഗതം. ബീഹാറിൽ ഭരണ തുടർച്ച ഉറപ്പാക്കി NDA. ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര വ്യാപാര മേളയിലെ കേരളത്തിന്റെ പവലിയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മരങ്ങളുടെ അമ്മയെന്നും അരയാലുകളുടെ അമ്മയെന്നും അറിയപ്പെടുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയായ സാലു മരദ തിമക്ക അന്തരിച്ചു. തൊഴിൽ ശേഷിയും ക്ഷമതയും കണക്കിലെടുത്ത് യൂത്ത് എംപ്ലോയബിലിറ്റി പട്ടികയിൽ കേരളം 4ാം സ്ഥാനത്ത്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട നാളെ വൈകിട്ട് തുറക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ കേരള ഹൈക്കോടതി. ഇതുവരെ 46 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ രാജ്യമെമ്പാടും വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആശുപത്രിവാസം, ക്ലെയിം സെറ്റിൽമെന്റ് തുടങ്ങിയ സമയങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ ഉയർന്ന നിലവാരത്തിലുള്ള സേവനം നിലനിർത്തണമെന്ന് ധനകാര്യ മന്ത്രാലയം സേവന വകുപ്പ് സെക്രട്ടറി M. നാഗരാജ്. പാലത്തായി പീഡനക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കുട്ടികളുടെ വിവരങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുമ്പോൾ രക്ഷിതാക്കളുടെ സമ്മതം വാങ്ങിയിരിക്കണമെന്ന ചട്ടങ്ങൾ ഉൾപ്പെടുന്ന ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. കേരളത്തിൽ ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. സമൃദ്ധി സാംസ്കാരിക വേദി, ഒരു സ്നേഹ സൗഹൃദ കുടുംബ കൂട്ടായ്മ.